കഴിഞ്ഞ ജൂൺ 15 അത് 2023 തോന്നുന്നു. 23 24 ജൂൺ 15 ഗുരുവായൂർ ആ നടയിൽ എന്ന് വെച്ചാല് അമ്പലം നട പരിസരത്ത് വെച്ചിട്ടൊരു കേക്ക് കട്ട് ചെയ്തത്. അത് മുട്ട ഉപയോഗിക്കാത്തൊരു കേക്കാണ് കട്ട് ചെയ്തത്. അപ്പൊ അത് വെച്ചിട്ട് അവര് ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണന്റെ പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവര് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നെ കപടഭക്തയാണെന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവര് ഞാൻ പോകുന്ന വഴികളിലൂടെയൊക്കെ ഈ മറ്റേ മോഹൻലാൽ പറയും പോലെ ഭ്രാന്തനെ പോലെ അവര് ഉറക്കൊഴിഞ്ഞിട്ട് എന്റെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അവർക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത പോസ്റ്റ് ചെയ്യാൻ. അതെന്താണെന്നറിയോ, ഈ ഭക്തി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും നമ്മൾ ഉള്ളിലുണ്ടാവും. ഇപ്പൊ ഞാനൊരു ഭക്തയാണ്. അപ്പം ഞാൻ ഗുരുവായൂർ എപ്പോഴും പോയി തൊഴുന്ന ഒരാളും കൂടിയാണ്. അപ്പം എൻ്റെ ഉള്ളിലെ ഭക്തി അത് ഉള്ളിലാണ്. ഞാനത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് എക്സ്പ്രസ് അതിങ്ങനെ ഒരു എന്താ പറയാ, ഇപ്പം ആൾക്കാർ പറയുന്ന ഒരു ഡബിൾ കോട്ട് വേർഡ് പ്രഹസനം കാണിക്കേണ്ട ആവശ്യം അവർക്കത് തോന്നുന്നില്ല. ഉള്ളിലാണ് ആ ഭക്തി. ആ സമയത്ത് സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി കേക്ക് കെട്ടിയാന്ന് പറയുമ്പോൾ ലോജിക്കലി അതൊന്നും ആലോചിച്ചിരുന്നില്ല ഇത് ശരിക്കും ഒരു പ്രശ്നമാകും. ഞാനുണ്ടല്ലോ ഇവിടെ പുറം ലോകത്തിന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പ്രശസ്തമായിട്ട് ഭക്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആളുടെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ആ വ്യക്തിയുടെ വേണേ എന്റെ കോൾ റെക്കോർഡ് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ആ വ്യക്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ട്, ചെയ്തത് ശരിയാണോ, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നിന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചൊരു കാര്യമാണ്. ഭഗവാന് മാത്രമേ അങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എത്ര പേർക്ക് മനസ്സിലാവും? മനസ്സിലാവും. ഭഗവാൻ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹരേ കൃഷ്ണ പറയാതെ ആ വ്യക്തി ഒന്നും തുടങ്ങാറില്ല. രാധേ രാധേ എന്നാ പറയാ. കണ്ണൻ രാധേനെ അത്രയും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തി, ആത്മീയതയുടെ വഴിയിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തി, രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ഒരു വ്യക്തിനോട് ഞാൻ ചോദിച്ചപ്പം ഭഗവാൻ തോന്നിപ്പിച്ചതാണ് എന്റെ മനസ്സിൽ, നീ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാളോട്, ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആളുടെ ആശ്രമത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഫേമസ് ആയിട്ടുള്ള ഒരു ആശ്രമമാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഇതിന് പോകുന്നതിന്റെ മുമ്പേ ചോദിച്ചു, നല്ല കാര്യമാണ് മോളെ, നീ ചെയ്തോന്ന് പറഞ്ഞു. നമ്മക്കറിയാത്ത മറ്റുള്ളവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവക്ക് വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ ഭഗവാൻ കൃഷ്ണൻ തോന്നിപ്പിച്ച കാര്യമാണ് എന്നോട് പറഞ്ഞത്. അങ്ങനത്തെ അടുത്ത് ഞാൻ പിന്നീടൊന്ന് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ന് വെച്ചാല് ഭക്തി മനസ്സിൽ മതി, പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് കൃഷ്ണനോട് വിശ്വാസമുണ്ടേ, നീ വീട്ടിൽ ഇരുന്ന് വിളിച്ചാലും കൃഷ്ണൻ നിന്റെ വിളി കേൾക്കും. നന്ദനൻ സിനിമ കണ്ടിട്ടില്ലേ എന്ന് സോഷ്യൽ മീഡിയ കുത്തിനെ ചോദിച്ച ആൾക്കാരുണ്ട്. അവരോട് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭക്തി മനസ്സിൽ മാത്രം മതിയായിരുന്നെങ്കിൽ എന്തിനു ഗുരുവായൂർ അമ്പല നടയിൽ ഇത്രയും 1000 ആൾക്കാർ ഇങ്ങനെ 10,000-കണക്കിന് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? അവർക്കൊക്കെ വീട് കുതിർന്ന് കൃഷ്ണ എന്ന് വിളിച്ചാൽ പോരെ? നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ പോയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത്. ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ വിചാരം പ്രഹസനം കൊണ്ടാണെന്നാണ്. ഞാൻ യഥാർത്ഥത്തിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ, എൻ്റെ പുറകെ പിന്തുടരുന്ന കുറച്ച് കാക്കാമാര് മുല്യമാരുണ്ട്. ഇവന്മാർക്കൊന്ന് ഞാൻ അടങ്ങിയിട്ടില്ല, ഞാൻ ഇനിയും പോകും അമ്പലത്തിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിലേക്ക് പോയി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒരു റിവെഞ്ചിന്റെ ഭാഗമായിട്ടാണോ? അപ്പോൾ എൻ്റെ മതത്തിലുള്ള പലരോടുള്ള റിവെഞ്ച് ആയിരുന്നു എനിക്കത്. ഞാൻ അമ്പലത്തിൽ പോവും. അപ്പൊ അവിടെ ഭക്തി കുറയല്ലേ ചെയ്യുന്നത്? ഇല്ല, എനിക്ക് ഭക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നീ അറിയോ? എങ്ങനെയാ നീ അറിയാ? ഞാനിപ്പം നീ ഇപ്പം എന്നോട് ചോദിക്കുക ഏത് മതത്തിലാണ് ജസ്റ്റിനെ വിശ്വസിക്കുന്നത്, എൻ്റെ രൂപത്തിലും ഭാവത്തിലും നിനക്ക് ഏത് മതത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞാലല്ലേ നിനക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അവിടെ എങ്ങനെയാ ഭക്തി കുറയാ? നമ്മള് പറയണം. നീ ഇപ്പൊ പറഞ്ഞു ഞാനും ഒരു ഹൈന്ദവ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. നീ വിശ്വാസിയാണ് എന്നുള്ള നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അറിയുന്നത്. ഞാൻ പറയാതെ എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കും? ഞാൻ പറയാതെ എങ്ങനെ ഇത്രയും ആൾക്കാർ എന്നെ അറിഞ്ഞു വന്നു? ഞാനൊരു ചിത്രകാരിയാണെന്ന് ഞാൻ സ്വയം സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തി വന്നതുകൊണ്ടല്ലേ ഇവരൊക്കെ അറിഞ്ഞത്. അത് ചിത്രകലയെ അപമാനിക്കുന്നതിന് തുല്യമാണോ? അല്ല, ഒരിക്കലും. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ ഭക്തി അല്ല എന്ന് പറയാ? അതായത് റിവെഞ്ച് എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതിനുള്ള കറക്റ്റ് മറുപടി മനസ്സിലായല്ലോ. അതായത് റിവെഞ്ച് എന്നുള്ള കാര്യം എടുത്ത് പറയുമ്പോൾ
റിവെഞ്ചും ഭക്തിയും രണ്ടും രണ്ടല്ലേ? അപ്പം ഇല്ല, അത് ഇപ്പം ചേച്ചിയുടെ മതത്തിലുള്ളവർക്കെതിരെ ഉള്ളൊരു മറുപടിയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ നീ ഇതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ഇട്ടത് എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ പുറത്താണോ അത് റിവെഞ്ചിന്റെ പുറത്താണോ എന്നാണ് എന്റെ ചോദ്യം. രണ്ടും ഉണ്ട്. ആ. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. ഞങ്ങള് എന്റെ വാപ്പക്ക് 3 പെൺകുട്ടികളാണ്. വാപ്പ ഒരു ഡ്രൈവറാണ്. സദാ നമ്മള് നാട്ടുപുറത്തുള്ള ഒരു ആൾക്കാരാണ് എന്റെ വീട്ടുകാരൊക്കെ. ഞങ്ങൾക്കൊന്നും ഞങ്ങളെ മതപരമായിട്ട് തന്നെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തന്നെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് എനിക്ക് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണൻ കാരണമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ജന്മദിനം ആഘോഷിക്കണമെങ്കിൽ അത് കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. 12 മണിക്ക് ഞാൻ നടയെ പോയിട്ട് ആദ്യം കണ്ണനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പിറന്നാളാന്ന് സമൂഹത്തിനോട് ഞാൻ പറയുന്നത്. അത്രമേൽ ഞാൻ കണ്ണനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത് കഷ്ടകാലത്തിന് ആശാൻ ഇഷ്ടായില്ല എന്ന് തോന്നുന്നു. അന്ന് തുടങ്ങി കഷ്ടകാലം വെച്ചിട്ടാണെങ്കിൽ ഭഗവാൻ തോന്നിപ്പിച്ച് ഭഗവാൻ ഇഷ്ടായില്ല എന്നുള്ള ഭഗവാൻ ഇഷ്ടായില്ല. എന്നോട് പറഞ്ഞ ഡയലോഗാണ് ഞങ്ങളോട് പറഞ്ഞത്. ഭഗവാൻ തോന്നിപ്പിച്ചതാണ് ജസ്റ്റ്. ഭഗവാൻ തോന്നിപ്പിച്ചാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാനും ഓക്കെ. ഹൈന്ദവരാരും അവര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഹൈന്ദവരാരും ചെയ്യാത്തൊരു കാര്യം നീ ചെയ്തത്. അപ്പം അത് പ്രൗഡായിട്ടല്ലേ നിനക്ക് തോന്നേണ്ടത്. നിന്റെ ഒരു ജന്മദിനം ഭഗവാന്റെ മുമ്പിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണാ നിനക്ക് തരികയാണ്, നിനക്ക് പകരം ഞാൻ കഴിക്കുകയാണ്. അത്രമേൽ എനിക്കറിയാം അവിടെ മുട്ട ഉപയോഗിച്ചിട്ട് ഇതാക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഇവര് മുട്ട ഉപയോഗിച്ച് കേക്കാന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ഒരുപാട് ശ്രമിച്ചു. ആ നടയിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ആണ്, കുളിച്ച് ശുദ്ധീകരിച്ച് ശരീരവും മനസ്സും ശുദ്ധീകരിച്ചിട്ടാണ് അമ്പലനടയിൽ വരുന്നത്. നമുക്ക് ആരെങ്കിലും ചികഞ്ഞു നോക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഉള്ളിൽ കയറുന്നവൻ ചിലപ്പം പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ പുറത്ത് നിൽക്കുന്നവന് ചിലപ്പം ഇറച്ചി മീനൊക്കെ കടിച്ച് വലിച്ചിട്ടായിരിക്കും ആ നടയിൽ കൂടെ നടക്കുന്നത്. അങ്ങനെ ഞാൻ അമ്പലത്തിന്റെ പരിസരത്ത് ആ നടപ്പന്തലിൽ വെച്ചിട്ടാണ്. അമ്പലവും അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ചേട്ടന് ഇരുന്നൊരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട്. തെറ്റാണെ ആ ചേട്ടൻ പറയൂലേ? എന്റെ റൈറ്റും ലെഫ്റ്റും 2 ഭക്തര് നിൽക്കുന്നുണ്ട്. തെറ്റാണെ അവര് പറയൂലേ? ഞാൻ അതിലെ പോയ ഭക്തർക്കൊക്കെ കേക്ക് കൊടുത്തിട്ടുണ്ട്. തെറ്റാണെ അവര് പറയൂലേ? പിന്നെ ഇത് ആർക്കായിരിക്കും തെറ്റായിട്ട് ആദ്യം തോന്നിയത്? എനിക്കറിയില്ല. ഞാൻ അതാ ചോദിച്ചത്. ഞാൻ അന്ന് ഞാനത് പോസ്റ്റ് ചെയ്തപ്പം 1 മണിക്കൂർ കൊണ്ട് മില്യൺ ആൾക്കാർ അങ്ങനെ കണ്ടു. അവിടെ വന്ന് ഗുരുവായൂർ ഓൺലൈൻ മാധ്യമക്കാർ അത് റിപ്പോർട്ട് ചെയ്ത് അവർ പോസ്റ്റ് ചെയ്തു. തെറ്റാണെങ്കിൽ അന്ന് അവരൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചത് എപ്പോഴാന്നറിയോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം ഇവർക്കൊക്കെ ഇത് തെറ്റായിട്ട് മാറി. അപ്പൊ അവിടെയാണ് ഒരു ചോദ്യമാർക്ക് വരേണ്ടത്. എന്തുകൊണ്ട്? അസൂയാണോ? മേ ബി ആയിരിക്കാം. സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ.